പെയ്തപ്പോഴത്തേക്ക് മുറ്റത്ത് നമുക്ക് പെട്ടിയിടാം. തമാശ സ്നേഹം എന്ന് പറഞ്ഞത് കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതുമാണ്. ഇവനിപ്പോ തന്നെ കേട്ടോ പണി ഇങ്ങനെ മടി. ഈ മടി കാരണം നിന്നെ കൊണ്ടടക്കഞ്ഞിപ്പോ ഒരാള് കാണല്ലോ പൊന്നെ. ഒരു ദിവസം പോലും ഈ ലുട്ടാപ്പി വീടും വരെ അത് ക്ലീൻ ചെയ്യുന്നില്ല. എപ്പോഴും എവിടെയും പോയി പിണങ്ങിയിരിക്കും. കേസ് അപ്പൊ എനിവേ ഇന്നലെ നിങ്ങൾക്കറിയാം നമ്മള് ഹൽഫിക്ക് ആനിവേഴ്സറിന് സാധനം സെറ്റ് ചെയ്ത് പിന്നെ കുഴപ്പമില്ല അവിടെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഹാപ്പി ആയി. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ ഒരു പ്രാങ്ക് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും എക്സ്പെക്ട് ഇല്ല ഞാൻ അത്ര ക്രൂരനാണോ എന്ന് വിചാരിക്കില്ല. അപ്പൊ ഇന്ന് എന്നെ നൈസിലൊരു പ്രാങ്ക് കൊടുത്തേക്കണ്ടോ. അതാണ് ഇപ്പൊ രാവിലെ എനിക്ക് ആലോചിക്കുന്നത്. ബട്ട് അതിന് മുമ്പ് ഞാൻ ഐമാക്സിലൊരു മൂവി ബുക്ക് ചെയ്തിട്ട് മിഷൻ ഇമ്പോസിബിൾ. സോ അത് കാണാൻ വെളി കൊണ്ടുപോകണം. ഇപ്പം തന്നെ പോകണം. എന്റെ ബേബി ഇതാക്കണ ഇതും വെച്ച് കടന്നുറങ്ങായിരുന്നു കേട്ടോ. ബേബി എനിക്ക് ആദ്യമായിട്ടാണ് കേസ് മിഷൻ ഇമ്പോസിബിൾ ഒരു പടം, അത് ഐമാക്സിൽ. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണണം. പക്ഷെ ഫസ്റ്റ് ടൈം ഇന്റെ ഐമാക്സ് കേസ് അടിപൊളി കേസ്. സോ റെഡി ആയിട്ട് നമുക്ക് വേഗം പോവാം. ഞാനും ബേബിയുടെ തന്നെ ബേബിയുടെ ഹലോ എന്ന് പറയും. ഹലോ സ്വദീഖ എന്ന് പറയും. അപ്പൊ നമ്മൾ മിഷൻ ഇമ്പോസിബിൾ ആണ് കാണാൻ പോകുന്നത്. ഐമാക്സ് ഐമാക്സ് കാണാം. ഇവർക്ക് അറിയില്ല. നമുക്ക് പോയി മിഷൻ ഇമ്പോസിബിൾ കാണാം. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ എവിടേക്കാ പോകുന്നേ? നമ്മൾ സെൻട്രൽ സ്ക്വയറിലെ കേസ് സ്ക്വയറിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ആക്ച്വലി 20 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട് സെൻട്രൽ സ്ക്വയറിലേക്ക്. പക്ഷെ 10 മിനിറ്റ് ഉള്ളു മൂവി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ വേഗം പോവാണ്. പടം കാണുമ്പോ കാണാം. ബൈ 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 ബൈ. I held him off for years. Charlie, get up here. അങ്ങനെ പടം കണ്ട് ബേബിക്ക് ബേബിന്റെ പോപ്കോണും നാച്ചോസും എന്തൊക്കെ. പോപ്കോൺ ഇല്ല, ഞാൻ നാച്ചോസ് പിന്നെ പെപ്സി. എന്നിട്ടാ നാച്ചോസ് മിഷൻ ഇമ്പോസിബിൾ സെക്കൻഡ് ഹാഫിൽ ഭയങ്കര സൈലന്റ് ആയിട്ട്, ഫസ്റ്റ് ഹാഫ് സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്ന് ആ മൂഡ് അങ്ങ് സ്പോയിൽ ചെയ്ത്. സോ എനിവേ മൂവി നല്ല അടിപൊളി മൂവിയായിരുന്നു. ഐമാക്സ് റെസൊല്യൂഷൻ ഒരു 35 മിനിറ്റ് ഉള്ളായിരുന്നു. ഫൈറ്റ് കുറവാണ് മെൻ ടു മെൻ ഫൈറ്റ് കുറവാണ്. മൊത്തം ഒരു അഡ്വഞ്ചർ സാധനമാണ്. പക്ഷെ ഐമാക്സ് എക്സ്പീരിയൻസ് വില്ലൻ പോരാ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഐമാക്സ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ട്, പക്ഷെ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൂവി നമ്മളെ ഫാൾ ഔട്ട് തന്നെ. സോ ലെറ്റ്സ് ഗോ ടു ഹോം. എന്റെ മോനെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് റോഡൊന്നായിട്ട് പുഴയായി മാറി. ഞങ്ങള് വീട്ടിലെത്തിയിട്ട് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, കട്ട് ചെയ്ത്. അതുകൊണ്ട് നമ്മളെ വീട് ഇപ്പൊ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോ തെങ്ങുണ്ടായിരുന്നു, ഇങ്ങോട്ട് പോയപ്പോ തെങ്ങില്ല. ഇപ്പൊ വീട് ഫുള്ളായിട്ട് കാണാം. ഏസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. എന്റെ അമ്മ പുറത്ത് മൊത്തം തിരക്കാലെ പൊല്യൂഷനും അത് ഇതും. ഞാൻ തന്നെ മാറിപ്പോയി കേസ്. എന്റെ ഫേസ് തന്നെ ഒരുപാട് പൊല്യൂഷൻ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഫേസിൽ നല്ലോണം കുരുവും കാര്യങ്ങളും പിമ്പിൾസാ. എന്ത് ചെയ്യാനായി നമ്മൾ സൊല്യൂഷൻ ഗേൾ എല്ലാത്തിനും സൊല്യൂഷൻ അതിന്റെ ഉള്ളിലായിരിക്കും. സൊല്യൂഷൻ ഗേൾ വരുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ നീം പ്യൂരിഫൈങ് ഫേസ് വാഷ്. നീ ജസ്റ്റ് ഇത് യൂസ് ചെയ്തൊക്കെ അടിപൊളി റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ കുറെ സാധനം യൂസ് ചെയ്യാറില്ല. ഇതും കൂടി യൂസ് ചെയ്തൊക്കെ. ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാവും ഇവിടെ. അല്ല, പക്ഷെ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടെ നല്ല സാധനങ്ങൾ റെക്കമെൻഡ് ഉള്ളൂ ചെയ്തോക്കാം. അൽഫി സജസ്റ്റ് ചെയ്ത ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് മെയ്ഡ് വിത്ത് 100% natural derived neem. ഈ ജെന്റിൽ ക്ലെൻസേഴ്സ് ഡിസൈൻ ടു ക്ലീൻ impurities and clear pimples. ഗൈസ് പിന്നെ നീം എന്ന് പറഞ്ഞ പവർഫുൾ സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. ഗൈസ് പിന്നെ ഇത് യൂസ് ചെയ്ത പിമ്പിൾസ് ഒക്കെ ഉണ്ടാവാൻ കാരണമുള്ള ബാക്ടീരിയ 99.9% കില്ല് ചെയ്യും. ഫസ്റ്റ് വാഷ് തന്നെ ഇത് വർക്ക് ചെയ്തു. പിന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ സോപ്പ് ഫ്രീ ആണ്. ആൻഡ് ഓൾസോ പാരബൻ ഫ്രീ. പിന്നെ ട്രസ്റ്റഡ് ബൈ മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് അക്രോസ് ദി ഇന്ത്യ. ഗൈസ് പിന്നെ ഡെയിലി 2 വട്ടങ്ങൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കണ്ടു. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള സ്കിൻ വേണമെങ്കിൽ ഇന്നും നോക്കേണ്ട ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് പക്കാണ്. ഗൈസ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് ഓൾസോ ഹിമാലയന്റെ വെബ്സൈറ്റിലുണ്ട്. സോ ലിങ്ക് എന്തായാലും എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനിയിപ്പം നമുക്ക് പ്രാങ്കിലേക്ക് കിടക്കാം. ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ 16 Pro Max ഐഫോൺ ബ്രോ അതിൻ്റെ ഒരു സാധനമാണ്. അപ്പോൾ ഐഫോൺ 16 Pro Max നമുക്ക് ഇന്നലെ ഓൾറെഡി ഒരു സീൻ ഉണ്ടായല്ലോ. അപ്പോൾ ഇന്നും കൂടി കൊടുക്കും. ഇന്ന് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഐഫോൺ 16 Pro Maxൻ്റെ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോക്സുമായിട്ടുള്ള മച്ചാൻ എന്താ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നല്ല പുൾസയും ആരോ വെട്ടിക്കൊന്ന പുൾസയും ബൂസ്റ്റും. നമ്മളുടെ കൂടെ ഫുഡ് കഴിക്കുക. എന്റെ ബേബി കുട്ടി എത്തിയേ. ബേബി എന്നോടൊന്ന് ദേഷ്യമുണ്ടോ? പടം കണ്ടിട്ടൊരു ഉന്മേഷമില്ലല്ലോ, എന്തെറ്റി? പടം ഇഷ്ടപ്പെട്ടില്ല? പടം ഇഷ്ടപ്പെട്ടില്ല, കൂടെ വന്നാൽ നിന്നെ ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് അവൾക്ക് ഇപ്പോഴും കലിപ്പുണ്ട്. കലിപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ അവള് കലിപ്പോ. പിന്നെ അവൾക്ക് ഇന്ന് പോയ പടം എല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഫുഡ് കഴിക്കാനാണ് പടത്തിന് വരാറ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഐഫോൺ എത്തട്ടെ ഗൈസ്. ഐഫോൺ എത്തിയിട്ടാണ് നമുക്ക് പ്രാങ്ക് ചെയ്യേണ്ടത്. നമ്മളുടെ പോർട്ടർ എത്തിയിട്ടോ. ക്യാഷ് അല്ല, സ്കാനർ. സാധനം കിട്ടി ഓരേ ഗൈസ്. അപ്പം ഇതിൽ ഫോണില്ല. അത് വേറെ കാര്യം. ബോക്സ് മാത്രം. അപ്പോൾ കോപ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് അവൻ 16 Pro Max അങ്ങനെ. അപ്പോൾ അതിൻ്റെ ബോക്സ് കൊണ്ട് എടുത്താണ്. കാരണം ഇനിയിപ്പോൾ ഒരു 16 Pro Max വാങ്ങേണ്ട ആവശ്യമില്ല, പുതിയ ഐഫോൺ ഇറങ്ങാനായില്ല. അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ചത് ഇത് കനല്ല ഗൈസ്. ഞാൻ വിചാരിച്ചത് മാത്രമാണ്. ഇത് കനല്ലാത്തതുകൊണ്ട് നമ്മളുടെ ഫോണ് ഇതിനുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുക. കുറച്ച് നേരത്തേക്കുള്ള പ്രാങ്ക് മതി. കുറേ നേരം വേണ്ട, കുറച്ച് നേരം അത് മതി. ഇവൾക്ക് എന്തെങ്കിലും ഇനി എന്ത് കിട്ടിയാലും ഇവൾക്ക് പ്രാന്താവും. സത്യപിടി. നമുക്കിപ്പോൾ ഇത് തുറക്കാം. നമുക്ക് നമ്മളുടെ ഈ ഫോണ് തൽക്കാലം നമുക്ക് ഫ്ലൈറ്റ് മോഡ് ഇടാം. നമുക്ക് ഈ ഫോണിൻ്റെ മുകളിൽ നിന്നിട്ട് ഇതിങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, റെഡി? 1 2 3. കറക്റ്റ് അങ്ങോട്ട് ഒട്ടിച്ചിട്ടോ. സെറ്റ് കഴിച്ച്. വേർക്കണ കഴിച്ച് കള്ളപ്പരിപാടി ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് വേർക്കിട്ടോ, എന്താ അറിയില്ല. കണ്ടില്ല? ഇനി ഇതിപ്പോൾ ശരിക്കും വിശ്വസിക്കട്ടോ, ശരിക്കും വിശ്വസിക്കട്ടോ. നമുക്ക് എൻ്റെ മാച്ചിങ് കളർ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കുക. ഇത് നമുക്ക് പെട്ടിയിലിടാം. അളിയ സെറ്റ്. ഐഫോൺ ആയതുകൊണ്ട് പിന്നെ 16 ഏതാ 15 Pro Max ഏതാണെന്നും അറിയില്ല. പൊളി ഗൈസ്. ഇത് പൊളിക്കും. ഇത് ഇനി ദേഷ്യം പിടിച്ചെൻ്റെ ഫോൺ അങ്ങനെ വലിച്ചെറിയില്ലേക്കില്ലേ, അതൊന്നും നോക്കണം. നല്ല മഴ ഗൈസ്, മഴ കേട്ടോ. ഏറ്റവും കാറ്റാണ് പുറത്ത്. അതവിടെ നടക്കട്ടെ. അപ്പോൾ നമുക്കിനി അവളെ പോയി പ്രാങ്ക് ചെയ്യാം. ഈ മഴ ഒരു എന്താ പറയാ, ബാഡിനുള്ള സീസണാണോ? അയ്യോ, എന്റെ സേഫ്റ്റിക്ക് ഡോറടിക്കാം. മുറ്റത്ത് മുല്ലക്കെന്താ മണമില്ലേ, മണമില്ലേ. ബേബിയോ എന്ത് ചെയ്യാ? ഫോണൊന്ന് കാണിച്ചു നോക്കട്ടെ. ഫുൾ ടൈം റീലാണല്ലോ. ഫോണൊന്ന് കാണിച്ച. ഈ ഫോണൊന്നായിട്ട് പൊട്ടിക്കെടുക്കണല്ലോ ബേബിയോ. പൊട്ടി. ആരും എറിഞ്ഞു പൊട്ടിച്ചതാ? ഞാനാ? ഞാൻ എറിഞ്ഞു പൊട്ടിച്ചതല്ല, വീണ് പൊട്ടിയതായിരിക്കും. നീ എന്നെ തട്ടിപ്പോ എന്റെ കയ്യിൽ നിന്ന് വീണു. അച്ചടാ, എന്റെ ബേബിക്ക് പുതിയ ഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹമില്ലേ? ഇന്നലെ ഞാൻ കൊറേ ബേബിനെ വേദനിപ്പിച്ചോ? ഇവിടെ ഒരു കുഴിയൊക്കെ ആയി. കേരളത്തിലെ റോഡ് മാതിരി ഇപ്പം ഫോണ് മൊത്തം കുഴിയും പൊട്ടും. സ്നേഹം എന്ന് പറഞ്ഞത് കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതുമാണ്, മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ എന്തിനാ എന്റെ ഫോണിനെ പറ്റി പറഞ്ഞ് നാട്ടുകാരെ കാണിക്കുന്നേ? നാട്ടുകാരെ കാണിക്കുന്നല്ല. ഞാൻ ഇന്നലെ അവളെ ഒരുപാട് വേദനിപ്പിച്ചു സീരിയസ്ലി. കാരണം ആ ഒരു കംപ്ലീറ്റ് ഡേ ഞാൻ വിചാരിച്ചാൽ നേരത്തെ സർപ്രൈസ് കൊടുക്കുകയാണെങ്കിൽ, സീരിയസ്ലി നേരത്തെ അത് കൊടുക്കുകയാണെങ്കിൽ മേ ബി എന്താ പറയുക, ആ ഡേ മൊത്തം നമുക്ക് ചില്ല് ചെയ്ത് നടക്കായിരുന്നു. വിടുന്നതിൻ്റെ അടുക്ക് സീരിയസ് കാര്യം പറയുമ്പം. പിന്നെ അവളുടെ ഫോൺ ഇന്നലെ തന്നെ നോക്കിയാൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കിടക്കുന്നുണ്ട്. അല്ല ഞാൻ പറയാം, ഇന്നലെ അല്ല, നമുക്ക് പൊട്ടിക്കിടക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നീ കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ നീ കുത്തി കുത്തി ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോ ഇതൊക്കെ മറന്നു ഇതായിരുന്നു. ഇല്ല ഞാൻ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചെന്ത് എന്നാ പിന്നെ ബേബിക്ക് ഒരു ഐഫോൺ വാങ്ങിത്തരാണ്. ഐഫോൺ 16 Pro Max. ഇത് ഫസ്റ്റ് അല്ല, യൂസ്ഡ് ആണ്. യൂസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഫസ്റ്റ് അല്ല ഐഫോൺ 16 Pro. നല്ല ഡ്രസ് കിട്ടിയിരിക്കുന്നു. എന്തിന്റെ ബേബി ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ട. അത് അല്ല, ഒരു ഉമ്മണ്ട സങ്കടപ്പെട്ട ഉമ്മണ്ട. എന്തൊക്കെയോ മീശര് അത് പൈസ കൊടുത്ത സാധനമായിട്ട് നമ്മള് സാധനമായി തരുമ്പോ എനിക്കത് തുറന്നു നോക്കിയിട്ടൊക്കെ ഞാൻ തരും. ഇതൊക്കെ നോക്കട്ടെ. ഇതിലൊക്കെ ഇപ്പൊ എന്തിരിക്കണ് അൺബോക്സിങ്? അങ്ങനെ ആദ്യത്തെ അൺബോക്സിങ് ഏതായിരുന്നു നീ ചെയ്ത്? എന്റെ ഇത് എത്ര വർഷം മുമ്പായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. 2 years മേ ബി. 2 years ആയി. അന്ന് മുതൽ നമ്മള് വിചാരിച്ചിരുന്നത് എന്താ പറയാ, മാറ്റണം. മേടിച്ചെന്ന് മാറ്റണമെന്നോ? അല്ല, മേടിച്ചൊന്നല്ല, ഇത് പൊട്ടിയ മുതൽ നമ്മൾ മാറ്റണം. കാരണം എനിക്ക് സ്ക്രീൻ മാറ്റിയത്. സ്ക്രീൻ മാറ്റിയത് പക്ഷെ 13 അല്ലേ, 14 15.
ഇതൊക്കെ ഇറങ്ങിയിട്ട് 17 മതിയായിരുന്നു. പക്ഷെ ഇത് 70 ഇറങ്ങാൻ നേരത്തെ യൂസിന് നല്ല വില കുറയും. അതേത് അൺബോക്സിങ് നമ്മളുടെ 2 ഫോണ് സെയിം കളറാ വാങ്ങി. എന്തോ ഒരു എന്ത് അത് ഞാൻ സ്റ്റിക്കർ സെക്കൻഡ് അല്ലേ ഡേ, സെക്കൻഡ് ഫോണല്ല, അപ്പം അത്രക്കെ ഉണ്ടാവത്തുള്ളൂ. എന്തൊരു സെക്കൻഡ് ഫോണിൽ എങ്ങനെ നമ്മളുടെ വാൾപേപ്പർ പണ്ടാണ് ഞാൻ ഫോൺ ഓഫ് ആക്കിയില്ലായിരുന്നു. അയ്യോ ചിരിപ്പോയി ഞാൻ ഫോൺ ഓഫ് ആക്കിയതായിരുന്നു. സോറി, എടുക്കല്ലേ ബേബി, സീരിയസ്ലി ഞാൻ ഫോൺ ഓഫ് ആക്കില്ലായിരുന്നു. പൊട്ടൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ചിത്രം കണ്ടു. ബേബി ബേബി സോ അയ്യോ ചിറ്റിപ്പോയി. ബേബി ബേബി സോറി ബേബി എന്താ തരണേ? പിന്നെ എനിക്ക് ഇതിന് സിം ഒന്ന് മാറ്റും, എന്റെ ബാങ്ക് ഒക്കെ പോവാം. തമാശ കളിക്കല്ലേ ബേബി ബേബി സീരിയസ്ലി തമാശ എന്റെ ബാങ്കിലുള്ള നീ എടുത്തോ. തമാശ കളിക്കല്ലേ ബേബി, എന്റെ ബാങ്കിലുള്ള എക്സ്ചേഞ്ച് ഫോൺ എക്സ്ചേഞ്ച് എടാ ഞാനത് ഓഫ് ആക്കാൻ മാറുന്ന പൊട്ട. മതി പൈസ പോയല്ലേ എന്റെ ബാങ്ക് ആപ്പ് മൊത്തം. അതിനിപ്പോ എന്താണ് ബാങ്ക് ആപ്പ് മൊത്തം പോകും. ബാങ്കിൽ ഇപ്പൊ 0 എന്റെ ബാങ്കിന് നിന്നേക്ക പൈസ ഉണ്ടോ, നീ അതെടുത്തോ. ബൈ ബൈ കാണാം.